ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് കൊണ്ടും സമൂഹത്തിൽ പ്രത്യേക ശ്രദ്ധ ലഭിക്കുന്നത് കൊണ്ടുമൊക്കെ സിനിമാ ഫീൽഡിൽ ജോലി ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. എന്നാൽ മറ്റേതൊരു ജോലി സ്ഥലത്തേക്കാൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതും ഈ ഒരു ഫീൽഡ് തന്നെയാണ്. ആദ്യകാലങ്ങളിലൊക്കെ സ്ക്രീനിലെ പോലെ തന്നെ എന്തും സഹിക്കുന്ന നായികമാരായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ കാലത്തിനൊപ്പം അതും മാറിയിട്ടുണ്ട്. ആളുകൾക്ക് കൂടുതൽ പ്രതികരണ ശേഷി വന്നു എന്ന് സാരം. കഴിഞ്ഞ ദിവസമാണ് തനിക്കൊരു പ്രധാന നടനിൽ നിന്നും ദുരനുഭവം നേരിടേണ്ടി വന്നു എന്നും പറഞ്ഞ് നടി വിൻസി മുന്നോട്ട് വന്നത്. ആദ്യം നടന്റെ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും പിന്നീട് ആ നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്ന് വിൻസി പറഞ്ഞിരുന്നു. ഒടുവിൽ 2 ദിവസത്തിന് ശേഷം സിനിമാ സെറ്റിൽ ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് നേരിട്ട ദുരനുഭവവുമായി ബന്ധപ്പെട്ട് നടി വിൻസി അലോഷ്യസ് താരസംഘടനയായ അമ്മയ്ക്ക് പരാതി നൽകുകയായിരുന്നു. ഷൈൻ സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയെന്നുള്ള പരാതി താരസംഘടനയ്ക്ക് പുറമെ ഫിലിം ചേംബറിനും വിൻസി നൽകുകയുണ്ടായി. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടി വേണമെന്ന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ആവശ്യം ഉയർന്നിട്ടുമുണ്ട്. അടുത്തിടെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് ലഹരി കേസുമായി ബന്ധപ്പെട്ടും ഷൈനിന്റെ പേര് ഉയർന്നു വന്നിരുന്നുവെങ്കിലും ഇക്കാര്യം ഷൈൻ നിഷേധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വിൻസി പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. തന്റെ ഡ്രസ്സിൽ ഒരു പ്രശ്നം വന്ന് അത് ശരിയാക്കാൻ പോയപ്പോൾ ഞാനും വരാം, ഞാൻ വേണമെങ്കിൽ ശരിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക്, അതും എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള പെരുമാറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നും ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഈ നടൻ വെളുത്ത നിറത്തിലുള്ള പൊടി തുപ്പുകയും ഒക്കെ ചെയ്തിരുന്നുവെന്നും ഇതൊക്കെ കാരണം അയാളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടായിരുന്നു എന്നുമാണ് വിൻസി പറഞ്ഞത്. തുടർന്ന് താരസംഘടനയായ അമ്മ, ഫെസ്ക, ഫിലിം ചേംബർ എന്നിവർ നടിക്ക് പിന്തുണയുമായി എത്തുകയായിരുന്നു. വിൻസി പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്തുണ നൽകുമെന്നാണ് WBCയുടെ നിലപാട്. വിൻസി പരാമർശിച്ച സിനിമാ സെറ്റിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണമെന്നും സംഘടന ആവശ്യപ്പെടുകയുണ്ടായി. വിൻസിയോട് സെറ്റിലെ ആഭ്യന്തര പരാതി പരിഹാര സമിതിയിൽ പരാതി നൽകാൻ ഫിലിം ചേംബർ നിർദ്ദേശിച്ചിരുന്നു. പരാതിയുടെ പകർപ്പ് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ട് പറയുകയും ഉണ്ടായി. അതേസമയം വിൻസി അലോഷ്യസിന്റെ പരാതി ഷൈൻ ടോം ചാക്കോയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് മനസ്സിലാക്കി കൊച്ചി പോലീസിലെ ഡാൻസ് ഓഫ് സംഘം നിർണായക നീക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ നടൻ താമസിക്കുന്ന ഹോട്ടലിലെത്തിയ പോലീസ് സംഘത്തെ കണ്ടുകൊണ്ട് ഉടുതുണി കയ്യിൽ പിടിച്ച് ഷൈൻ ഓടുകയായിരുന്നു. 3-ാം നിലയിൽ നിന്നുള്ള നടന്റെ ഓട്ടം കണ്ട് ഡാൻസ് ആവും ഞെട്ടുകയായിരുന്നു. മലയാള സിനിമയിൽ ലഹരി ഉപയോഗം വ്യാപകമെന്ന പരാതിയിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു ഡാൻസ് ഓഫിന്റെ നീക്കം. വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ പോലീസ് ശക്തമായി നടപടിയെടുക്കുമെന്നതിന്റെ സൂചനയായിരുന്നു ഡാൻസ് ഓഫിന്റെ ഈ നീക്കം. എറണാകുളത്തെ PGS വേദാന്ത ഹോട്ടലിലായിരുന്നു ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്നത്. മുൻപും പല സമയത്തും നടനിൽ നിന്നും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പല സൂചനകളും ലഭിച്ചിട്ടുണ്ടെങ്കിലും പോലീസ് നടത്തിയ അനാസ്ഥ തന്നെയാണ് കാര്യങ്ങളെ ഇത്തരത്തിൽ കൊണ്ടുചെന്നെത്തിച്ചത്. ഈ കേസിന്റെ ബഹളമൊക്കെ അടങ്ങുമ്പോൾ നടിയും പതുക്കെ പുറകിലേട്ട് വരും. അപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി ഷൈൻ അടക്കമുള്ളവർ മയക്കുമരുന്നിന്റെ ഉപയോഗം വീണ്ടും തുടരും. നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ.